രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന നിർണായകമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ജാമ്യാപേക്ഷ തള്ളിയ കോടതി 14 ദിവസത്തേക്കാണ് രാഹുലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഞായറാഴ്ച പുലർച്ചെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘമായ SIT ആണ് അറസ്റ്റ് ചെയ്തത്. അന്വേഷണ സംഘം വളരെ രഹസ്യമായും എന്നാൽ കൃത്യമായ തെളിവുകൾ ശേഖരിച്ചുമാണ് ഈ നീക്കം നടത്തിയത്. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിലും രാഹുലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണുള്ളത്. അതിക്രൂരമായ ബലാത്സംഗമാണ് നേരിട്ടതെന്നും സാമ്പത്തികമായും വലിയ രീതിയിൽ ചൂഷണം ചെയ്തെന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. തിരുവല്ല സ്വദേശിനിയായ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തുവെന്നും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചുവെന്നുമുള്ള പരാതിയിലാണ് മൂന്നാമത്തെ കേസും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിവാഹ ബന്ധത്തിൽ പ്രശ്നമുണ്ടായ ഘട്ടത്തിലാണ് രാഹുൽ സൗഹൃദം സ്ഥാപിച്ചതെന്നും സമൂഹ മാധ്യമം വഴി ചാറ്റിംഗ് പതിവായി. വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേരിട്ട് കാണണമെന്ന് രാഹുൽ പറഞ്ഞു. പുറത്തുവെച്ച് കാണാമെന്നാണ് ആദ്യം പറഞ്ഞത്. എന്നാൽ രാഹുൽ ഹോട്ടൽ മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ഇങ്ങനെ ഞെട്ടിക്കുന്ന പരാതികളാണ് രാഹുലിനെതിരെ നിലനിൽക്കുന്നത്. ഇത് ആദ്യമായല്ല രാഹുൽ ഇത്തരമൊരു നടപടി നേരിടേണ്ടി വരുന്നത്. എന്നാൽ ഇത്തവണത്തെ സാഹചര്യം ഏറെ ഗൗരവമുള്ളതാണ്. 2025 രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങൾ ആദ്യം ഉയർന്നു വരുന്നത്. രാഹുൽ ബലാത്സംഗം ചെയ്തുവെന്നും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചെന്നുമായിരുന്നു ആരോപണം. ആദ്യമൊന്നും ആരും വലിയ മുഖവിലേക്ക് എടുക്കാൻ തയ്യാറായില്ലെങ്കിലും ഒന്നിനു പിറകെ ഒന്നായി രാഹുലിനെതിരായ ചില ശബ്ദശകലങ്ങളും ചാറ്റുകളും സ്ക്രീൻഷോട്ടുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി. ഇതാണ് രാഹുലിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കിയത്. ഗൗരവമേറിയ പരാതികൾ ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ആദ്യമൊന്നും അന്വേഷണം നടന്നില്ലെങ്കിലും ചിലർ നൽകിയ പരാതിയിൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് രാഹുലിനെതിരെ അന്വേഷണം ആരംഭിച്ചിരുന്നു. പക്ഷേ പരാതിക്കാർ നേരിട്ട് മൊഴി നൽകാത്തതിനാൽ കേസ് അന്വേഷണം വഴിമുട്ടി. ഇത് രാഹുലിന് ഒരു തുറുപ്പിച്ചിട്ടായിരുന്നു. അതിനാൽ തന്നെ ആരോപണങ്ങളെ നിയമപരമായി നേരിടുമെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം. എന്നാൽ 2025 നവംബർ 27 കാര്യങ്ങൾ ആകെ മാറിമറിഞ്ഞു. പീഡനത്തിന് ഇരയായ യുവതികളിൽ ഒരാൾ രാഹുലിനെതിരെ ആദ്യമായി രേഖാമൂലം പരാതി നൽകി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് ആദ്യത്തെ പരാതിക്കാരി ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള പരാതികൾ നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനവും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചതുമായിരുന്നു ആദ്യത്തെ പരാതിയിലും പറഞ്ഞിരുന്നത്. പിന്നാലെ പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറി. സംഭവം കൈവിട്ടതോടെ മുങ്ങിയ രാഹുലിനെ പിന്നീട് ആരും കണ്ടില്ല. സംസ്ഥാനത്തിന് അകത്തും പുറത്തും രാഹുലിനായുള്ള തിരച്ചിൽ തകൃതിയായി നടന്നു. എന്നാൽ നിരാശയായിരുന്നു ഫലം. ഇതിനിടെ രാഹുൽ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചു. ഗർഭത്തിന് ഉത്തരവാദി താൻ അല്ലെന്നും യുവതിയുടെ ഭർത്താവാണെന്നും യുവതിയുമായുള്ള ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു ഉണ്ടായിരുന്നതെന്നും രാഹുലിന്റെ വാദം. ഇതിനിടെയാണ് KPCC നേതൃത്വത്തിന് രാഹുലിനെതിരെ രണ്ടാമത്തെ പരാതിയും ലഭിക്കുന്നത്. ബംഗളൂരുവിലുള്ള യുവതിയാണ് ഇമെയിൽ വഴി KPCC നേതൃത്വത്തിന് പരാതി നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നായിരുന്നു ഈ പരാതിയിലെ ആരോപണം. കോൺഗ്രസ് നേതൃത്വം പരാതി പോലീസിന് കൈമാറി. ഇതോടെ രാഹുലിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസും രജിസ്റ്റർ ചെയ്തു. ആദ്യത്തെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരത്തെ കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയാണെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചത്. ഇതിനിടെ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചു. താൽക്കാലിക ആശ്വാസം ലഭിച്ചതോടെ ഒളിവിലായിരുന്ന രാഹുൽ വീണ്ടും രംഗത്ത് സജീവമായി. ഇതിനു പിന്നാലെയാണ് ഇടുക്കി പോലെ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമത്തെ പരാതിയും ഉയരുന്നത്. ഇത് രാഹുലിന് ഒരു ഊരാക്കുടുക്കായിരുന്നു. ഈ കേസിനെ ഗൗരവമാക്കുന്നത് ഇതിലെ ആവർത്തന സ്വഭാവമാണ്. നേരത്തെ ഉയർന്നു വന്ന 2 കേസുകളിലും സമാനമായ ആരോപണങ്ങളാണ് രാഹുലിനെതിരെ ഉണ്ടായിരുന്നത്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തന്നെ പീഡിപ്പിച്ചു എന്നായിരുന്നു ആദ്യത്തെ കേസിലെ ആരോപണം. ഇതിന് പിന്നാലെയാണ് സമാനമായ പരാതിയുമായി രണ്ടാമത്തെ യുവതിയും രംഗത്തെത്തിയത്. ഒരേ രീതിയിൽ പരാതിക്കാരുമായി അടുപ്പം സ്ഥാപിക്കുകയും കുഞ്ഞു വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് മൂന്നാമത്തെ പരാതികളിലും പറയുന്നത്. രണ്ടാമത്തെ കേസിലൊഴികെ ബാക്കി 2 കേസുകളിലും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്ന ആരോപണവും രാഹുലിനെതിരെ നിലനിൽക്കുന്നുണ്ട്. അറസ്റ്റിലായതിനു പിന്നാലെ രാഹുലിനെതിരെ വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഉയരുന്നത്. രാഹുലിനെതിരെ കടുത്ത നടപടിക്ക് നിയമസഭ ഒരുങ്ങുന്നതായും സൂചനകളുണ്ട്. അയോഗ്യനാക്കാനുള്ള നിയമോപദേശം ഉടൻ തേടുമെന്ന് സ്പീക്കർ AN ഷംസീർ അറിയിച്ചു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തുടരുന്നത് പൊതുജനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് സ്പീക്കറുടെ വാദം.